സംഭവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് സംഭവം നടന്നത് എന്നുള്ളത് വിശദീകരിക്കും. അതിനുശേഷം കുറ്റകൃത്യം എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെ പുനരാവിഷ്കരിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പാലക്കാട് SP പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ ഒരു മേഖലയിൽ ആരംഭിക്കാൻ പോവുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ചെന്താമര ഒരു മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിരുന്ന സമാനമായ വസ്ത്രത്തിൽ നീല ഷർട്ടും കാവ്യ നിറത്തിലുള്ള മുണ്ടും ധരിച്ചുകൊണ്ട് അരുൺ കൊലപാതകത്തിന് ശേഷം ആദ്യമായി ചെന്താമര ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച ഇപ്പോൾ പോലീസ് വാഹനത്തിൽ നിന്ന് പ്രതിയെ ഇറക്കിയിട്ടുണ്ട്. സ്മൃതി, നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെന്താമരയുടെ വീട്ടിലേക്ക്, കൊലപാതകം നടന്ന ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് ബോയൻ നഗറിലേക്ക് പ്രതിയുമായി കടന്നു വരുന്ന കാഴ്ച യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ ഭാവവ്യത്യാസങ്ങളുമില്ലാതെ ഒരു പുച്ഛഭാവത്തോടുകൂടി ഈ ഒരു നാട്ടിലൂടെ, ഈ ഒരു പ്രദേശവാസികൾക്ക് മുൻപിലൂടെ, നാട്ടുകാർക്ക് മുൻപിലൂടെ ചെന്താമര ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് സ്മൃതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ആ പ്രതിയെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രകോപനവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മുഖത്തൊക്കെ തന്നെ അവർ പ്രതിഷേധം കാണുന്നുണ്ട്, ദുഃഖം കാണുന്നുണ്ട്. കാരണം അവരുടെ അയൽവാസികളായിരുന്ന 2 മനുഷ്യരെയാണ് ഈ കൊടും ക്രിമിനലായിട്ടുള്ള പ്രതി വകവരുത്തിയതെന്നൊരു പ്രതിഷേധം അവർക്കിടയിലുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പോലീസ് നടപടിയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതായിപ്പോൾ ചെന്താമര ഈ വീടിന് മുൻപിൽ എത്തിയിരിക്കുന്നു. ബോയൻ നഗറിലെ ചെന്താമരയുടെ വെള്ള പെയിന്റ് അടിച്ച ഈ കോൺക്രീറ്റ് വീടിന് മുൻപിലേക്ക് ചെന്താമര എത്തിയിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുൻപിൽ വെച്ചായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച അതിദാരുണമായ കൊലപാതകം നടന്നിരുന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചു വരികയായിരുന്ന സുധാകരനെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി, വടി വെച്ചു കെട്ടിയ വെട്ടുകത്തി ഉപയോഗിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ചെന്താമര വെട്ടിയിരുന്നത്. സ്കൂട്ടറിൽ നിന്നും താഴോട്ട് വീണുന്ന സുധാകരന്റെ പുറത്തോട്ട് അയാൾ വെട്ടുന്നുണ്ട്. ഇടത് കൈയിന് അതിഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നുണ്ട്. വെട്ടി നുറുക്കുന്നതിനിടയിലാണ് ശബ്ദം കേട്ടുകൊണ്ട് തൊട്ട് താഴെ നിന്നും അമ്മയായിട്ടുള്ള ലക്ഷ്മി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നൊരു കാഴ്ചയുണ്ടാകുന്നത്. ലക്ഷ്മിയുടെ പിന്നാലെ ഓടിക്കൂടിയായിരുന്നു പിന്നീട് കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമര വെട്ടിവീഴ്ത്തി അതിഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. നാട്ടുകാർ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴേക്ക് അയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞ് അതിനാടകീയമായി തറവാട്ടു വീട്ടിലെത്തി വയറു നിറയെ ഭക്ഷണം കഴിച്ച് കുളത്തിൽ നിന്നും കുളിച്ചാണ് നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടി മറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ വിശപ്പ് തന്നെ അയാൾക്ക് മുൻപിൽ, വിശപ്പിനോട് തന്നെ പരാജയപ്പെട്ടതോടെ പോലീസിന് മുൻപിൽ കീഴടങ്ങിയതോടെയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും തെളിവെടുപ്പിനായി ബോയൻ നഗറിലെ വീട്ടിലേക്ക് മുൻപിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് അയാൾ നോക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ചെന്താമരയുടെ മുഖത്ത് കാണുന്നില്ല സ്മൃതി. പൂർണ്ണമായും പുച്ഛഭാവത്തോടുകൂടി, കുറ്റബോധമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരുപക്ഷെ കൊലപാതക സമയത്ത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് കുളിച്ചതിന് കടന്നു കളഞ്ഞിരുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സങ്കടവുമില്ലാതെ, ദുഃഖവുമില്ലാതെ അതൊക്കെ തന്നെ വിവരിച്ചു നൽകുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്മൃതി. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും പോലീസ് നടപടിയുമായി സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. പ്രതിക്ക് അത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിക്കൊണ്ടുള്ള നടപടികളിലൂടെ തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കും. അതിനുവേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട് എന്നുള്ളതായിരുന്നു നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആലത്തൂർ DYSP പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു വേണ്ടി താമസിച്ചിരുന്ന ചെന്താമരയുടെ വീട്ടിലേക്ക് പ്രതിയെ പോലീസ് കയറ്റും. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനുള്ളിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ എവിടെയായിരുന്നു ആയുധം ശേഖരിച്ച് വെച്ചിരുന്നത് എന്നൊക്കെ തന്നെ അതൊക്കെ തന്നെ പോലീസിന് പറഞ്ഞു കൊടുക്കുമെന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പല മേഖലകൾ തൊട്ടപ്പുറത്തുള്ള ഇയാളുടെ തറവാട് വീടിനോട് ചേർന്നിട്ടുള്ള അയൽവാസികളൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകില്ല എന്ന ഉറപ്പ് അവർ കൃത്യമായി പാലിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ കണ്ടിരുന്ന അതിനാടകീയമായ കാഴ്ചകൾ ജനങ്ങളൊക്കെ തന്നെ അനുനയിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ശാന്തമായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സമാധാനത്തോടുകൂടി അവർ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ തന്നെ നീറുന്ന ഓർമ്മകളാണ് സജിതയും അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട സുധാകരനും ലക്ഷ്മിയും എന്നുള്ളത്. ഇപ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ ചെന്താമര പോലീസിന് മുൻപിൽ കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരിച്ചു നൽകുന്ന കാഴ്ചയാണ് സ്മൃതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ല അയാളുടെ മുഖത്തെ. തൻ്റെ കുടുംബത്തെ അത്രത്തോളം ദ്രോഹിച്ചത് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്ന് അയാൾ പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് ഈ സംഭവം നടന്ന ക്രൈം സീനിൽ നിന്ന് പോലീസ് തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ച പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും അയാൾ അത് വിവരിച്ചു നൽകുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ 3 മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം. ആദ്യത്തെ സംഭവത്തിൽ ജയിൽ നടപടികൾ, വിചാരണ നടപടികൾ ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജാമ്യം ലഭിച്ച് കുറ്റകൃത്യം ചെയ്ത സമാനമായ മേഖലയിലെത്തി താമസിച്ച് മാസങ്ങളോളം ആസൂത്രണം ചെയ്തുകൊണ്ട് കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയെയും
കത്തി ഉപയോഗിച്ചുകൊണ്ട് വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ ആ കുറ്റകൃത്യത്തെക്കുറിച്ച് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച അതിദാരുണമായ കൊലപാതകത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെ ഒരു പുച്ഛഭാവത്തോടു കൂടി അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ പോലീസിന് വിവരിച്ചു കൊടുക്കുന്ന കാഴ്ച. ഇവിടെയായിരുന്നു സുധാകരൻ്റെ സ്കൂട്ടർ കിടന്നിരുന്നത്. നമ്മളത് ആ സംഭവ ദിവസം നമ്മളത് കണ്ടതാണ്. ഇവിടെ എത്തി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച സമയത്ത് നമ്മളത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ വിലങ്ങേന്തിയ കൈകളിൽ കൈ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ചെന്താമര കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്ന കാഴ്ചയാണ്. പോലീസ് അത് മനസ്സിലാക്കുന്നുണ്ട്, അയാളിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ പോലീസ് ചോദിക്കാതെ തന്നെ ഒരുപക്ഷെ ബോധത്തോടു കൂടിയുള്ള ഭാവത്തോടെ അയാളത് വിവരിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ, പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലൊക്കെ തന്നെ പാലക്കാട് SP തന്നെ പറഞ്ഞതായിരുന്നു. അതിനുശേഷം വളരെ സന്തോഷവാനായിരുന്നു. കൊലപാതകത്തിന് വേണ്ടി കുറ്റവാളിയാണ് ചെന്താമര. ഒരു ഭാവഭേദവുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ ഇപ്പോൾ തെളിവെടുപ്പിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നാട്ടുകാർ അങ്ങിങ്ങായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ പോലീസ് എടുത്തിരിക്കുന്നു. 400ഓളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ് ബോയൻ നഗറിലും അതിന് സമീപ പ്രദേശങ്ങളിലുമായിട്ട്. അല്പം മുമ്പാണ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ ചെന്താമരയെ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ തെളിവെടുപ്പ് അല്പം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ കൃത്യം നടത്തിയ വീട്ടിലേക്ക് ചെന്താമരയെ കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വീട് ചെന്താമരയുടെ വീടാണോ അതോ സുധാകരന്റെ വീടാണോ മുബഷീർ? സ്മൃതി, ഇത് ചെന്താമരയുടെ വീട് തന്നെയാണ്. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം വർഷങ്ങളോളം ജയിലിലായി, പിന്നീട് ജാമ്യം ലഭിച്ചതിനു ശേഷം ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെയായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചത് ഇവിടെയായിരുന്നു. ഇവിടെയുള്ള അലമാരകളിൽ നിന്നാണ് പോലീസിന് കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കത്തിയൊക്കെ തന്നെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് തെളിവെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു വീട്ടിനുള്ളിലേക്ക് പ്രതിയുമായി പോലീസ് സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ളിലേക്ക് പ്രതിയെ കയറ്റിയുള്ളൊരു തെളിവെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളിലേക്ക് പ്രതിയുമായി പോലീസ് കയറിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു സംഭവമൊക്കെ തന്നെ വിശദീകരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു കൂസലുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് എങ്ങനെയാണോ നമ്മൾ ചെന്താമരയെ കണ്ടിരുന്നത്, സമാനമായ മുഖഭാവത്തോടെ സമീപകാലത്ത് കേരളം കേട്ടിട്ടില്ലാത്ത വിധം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം ചെയ്ത വ്യക്തി, അതിലൊരു തരത്തിൽ കുറ്റബോധവുമില്ലാതെ അതൊക്കെ തന്നെ വിവരിക്കുന്ന കാഴ്ചയിൽ നാട്ടുകാർക്ക് ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളത്